നിങ്ങൾ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നവരാണോ? ഇല്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്തി നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരുന്ന വരുമാനം, അതിൽ നിന്നും എത്രയൊക്കെയാണ് നിങ്ങൾക്ക് ചിലവാകുന്നത്, ഏത് രൂപത്തിലാണ് ചിലവാകുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ കണക്ക് നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് പെർമിഷനൊന്നും ആവശ്യമില്ല, പരസ്യങ്ങളുമില്ല, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യവുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഹൗ ടു യൂസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഒരു ഡെമോ വീഡിയോ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. രജിസ്റ്റർ ആപ്പ് എന്ന ഭാഗവും നമുക്ക് ആവശ്യമില്ല. ഇവിടെ എൻ്റർ ആപ്പ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് രേഖപ്പെടുത്താം. അതിനു മുമ്പ് ഇടതുവശത്ത് 3 ലൈൻസ് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാറ്റഗറീസ് എന്ന ഈ ഒരു ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ നൽകിയിട്ടുള്ള ഒരുപാട് കാറ്റഗറീസ് കാണാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ റീ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി പുതുതായിട്ട് ഒരു കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു കാറ്റഗറി ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ബാക്ക് വന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻകം, അതുപോലെ തന്നെ എക്സ്പെൻസ് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യം നമുക്ക് ഇൻകം രേഖപ്പെടുത്താം. ഇൻകം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ വരുമാനം എത്രയാണ്, ഇവിടെ സെലക്ട് കാറ്റഗറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ കാറ്റഗറി ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു രൂപത്തിൽ കാറ്റഗറി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സാലറി എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യുന്നത്. സാലറി ക്ലിക്ക് ചെയ്തു. എത്രയാണ് നിങ്ങളുടെ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 20,000 എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് സാലറി വരുന്നത് അതൊക്കെ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് സാലറി വരുന്നത്, ഇപ്പോൾ കമ്പനി രൂപത്തിലാണെങ്കിൽ കമ്പനി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം ഇവിടെ 20,000 രൂപയാണ്. ഓക്കെ, സാലറി. ഓക്കെ, കമ്പനി സാലറിയാണ്. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പെൻസ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചിലവ് എത്രയാണ്, ഇവിടെ ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ എനിക്ക് ചിലവായത് 800 രൂപയാണ്. ഞാനിവിടെ കൃത്യമായിട്ട് 800 രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് ആ പൈസ ചിലവായത് അതിവിടെ രേഖപ്പെടുത്താം. ഞാനിപ്പോൾ മാർച്ച് 2 സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം നോട്ട് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും എഴുതാം. ഓക്കെ, ഞാനതൊന്നും എഴുതുന്നില്ല, ഇവിടെ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, 20,000 നിന്നും ഇതാ കണ്ടോ 800 രൂപ ഇലക്ട്രിസിറ്റി വിഭാഗത്തിൽ എനിക്ക് ചിലവായിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്രയാണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും ചിലവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫുഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. ഫുഡ് അടിസ്ഥാനത്തിൽ എനിക്ക് 600 രൂപ കൂടി ചിലവായിട്ടുണ്ട്. ഓക്കെ, ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് ചിലവായത് ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മാർച്ച് 3-ന് 600 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. ഏത് ഫുഡാണ് കഴിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, സേവ് എന്ന ഭാഗം കൊടുത്തു. ഇവിടെ നമ്മുടെ വരുമാനത്തിൽ നിന്നും 800 രൂപ ഇലക്ട്രിസിറ്റി, 600 രൂപ ഫുഡ്, ബാക്കി ഇതാ ഇത്രയാണെന്ന് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻകം കൂടുതൽ കിട്ടി, അതായത് ബോണസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വരുമാനം വരികയാണ്. അപ്പോൾ ഇൻകം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് വരുമാനം വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ റെൻറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. വാടക അടിസ്ഥാനത്തിൽ എനിക്കൊരു 5,000 രൂപ കൂടി ഇൻകമിങ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോട്ട് എന്ന ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ലഭിച്ചത്, ഇപ്പോൾ 4-ാം തീയതി ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, മാർച്ച് 4. ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ നോട്ട് എന്ന ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ സേവ് കൊടുക്കുക. കണ്ടോ, വരുമാനം എന്ന നിലയിൽ എനിക്ക് 20-ഉം പിന്നെ 5 റെൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഗ്രീൻ കളറിലുണ്ട്, ചിലവായത് റെഡ് കളറിൽ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ബാക്കി എത്രയാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുമുണ്ട്. ഇനി ഇവിടെ താഴെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി റിപ്പോർട്ട് വേണോ, അതുപോലെ തന്നെ മന്ത്ലി, വീക്ക്ലി, ഏർലി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് വേണോ എന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റഗറി ബേസിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് ബാങ്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ബാങ്കിൻ്റെ ചിത്രമുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ വരുമാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ നിത്യ ജീവിതത്തിലുള്ള വരുമാനം, അതിൻ്റെ ചെലവുകൾ, അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും.
നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.